ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ നജസ് ഉണ്ട്, അത് മറന്നിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ നിസ്കരിച്ചെങ്കിൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നില്ല. എന്നാൽ അശുദ്ധിയാണെങ്കിലോ, ഒരാൾ വുളു ഇല്ലാതെ നിസ്കരിച്ചത് മറന്നിട്ട് അല്ലെങ്കിൽ അറിയാതെ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുണ്ട്, അത് അയാൾ മറന്നുപോയി, അയാൾ അറിയാതെ നിസ്കരിച്ചു, അങ്ങനെയാണെങ്കിലോ സ്വീകാര്യം അല്ല, അയാളുടെ നിസ്കാരം സ്വീകാര്യം അല്ല. രണ്ടും തമ്മിലുള്ള മാറ്റം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ രണ്ട് മസാലകളും തമ്മിലുള്ള മാറ്റം പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന് ഹദസിന്റെ വിഷയമാണ്, അശുദ്ധിയുടെ വിഷയമാണ്. വുളു ഇല്ലാത്ത ഒരാൾ നിസ്കരിച്ചു, മറന്നിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ബോധപൂർവം ആണെങ്കിലും ഒക്കെ എന്താണ്, നിസ്കാരം ബാത്തിലാണ്. ബോധപൂർവം അയാൾ വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ അയാൾക്ക് കുറ്റമുണ്ട്. ഒരാൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് വുളു ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിച്ചു, അയാൾക്ക് എന്തുണ്ട്, കുറ്റമുണ്ട്. അറിയാതെ നിസ്കരിച്ച അയാൾക്ക് കുറ്റമില്ല, നിസ്കാരം സ്വീകാര്യമല്ല. എന്നാൽ നജസാണെങ്കിലോ, അറിയാതെ ആണെങ്കിൽ അല്ലെങ്കിൽ മറന്നുകൊണ്ടാണെങ്കിൽ നിസ്കാരം സ്വീകാര്യമാണ്. അപ്പൊ ഈ രണ്ട് മസാലകളും തമ്മിലുള്ള മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നജസും ഹദസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നാലാമത്തെ നിബന്ധന പറഞ്ഞാൽ എന്താണ്, റഫ്ഉൽ ഹദസി, അശുദ്ധി ഉയർത്തുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അഞ്ചാമത്തെ ഷർത്ത് പറഞ്ഞതോ ഇസാലത്തുൻ നജാസത്തി, നജസ് നീക്കം ചെയ്യുക. ഇത് രണ്ടും കേട്ടാൽ നമുക്ക് ഒന്നാന്നാ തോന്നുക, പക്ഷെ രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഹദസ് എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്, അശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. എന്നാൽ നജസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. ഹദസ് എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ്, നജസ് എന്ന് പറഞ്ഞാൽ വസ്തുവാണ്. അപ്പൊ നമ്മൾ മൂത്രം ഒഴിച്ചതോടുകൂടി നമ്മൾ എന്തായി, അശുദ്ധി ഉള്ളവനായി, ഹദസ് എന്നുള്ള അവസ്ഥ ഉണ്ടായി. എന്നാ ആ അവസ്ഥ കാണാൻ പറ്റുമോ? ഇപ്പോ സിയാനെ നോക്കിയിട്ട് സിയാൻ ഇപ്പൊ മൂത്രം ഒഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സിയാൻ മൂത്രം ഒഴിച്ചിട്ടാണ് പള്ളി വന്നിരിക്കുന്നത് എങ്കിൽ സിയാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ആ അവസ്ഥ എനിക്ക് കാണാൻ പറ്റൂല, അല്ലേ? എന്നാൽ ആ മൂത്രം എന്നുള്ള വസ്തു അത് നമുക്ക് കണ്ടൂടെ, അത് കാണാൻ പറ്റും. നജസ് കാണാൻ പറ്റും, ഹദസ് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. രണ്ടാമത്തത് ഹദസ് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം. ഹദസ് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ, ഇല്ലെങ്കിലോ തൈമും ചെയ്യാം. എന്നാൽ നജസ് അങ്ങനെ ആവണമെന്നില്ല. നജസ് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം എന്നില്ല. ഇപ്പോ പുറത്ത് ടോയ്ലറ്റിലൊക്കെ പേപ്പർ ഉപയോഗിക്കുന്ന ആളുകളില്ലേ, ടിഷ്യൂ ഉപയോഗിച്ച് ശുദ്ധിയാക്കുന്ന ആളുകളുണ്ട്, ഒരു വെള്ളം ഉപയോഗിക്കലില്ല, അത് മതി. നമുക്ക് ശീലമില്ല, എന്നാൽ പുറത്തുള്ള ആളുകൾക്ക് അത് ശീലാണ്. അപ്പോൾ എന്താണ്, അത് മതി, അങ്ങനെ ശുദ്ധിയാവണമെങ്കിൽ അത് മതി. ഇപ്പൊ കല്ലുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ശുദ്ധിയാക്കാം. അപ്പൊ നജസ് ശുദ്ധിയാക്കാൻ എന്തിന്റെ ആവശ്യമില്ല, വെള്ളം തന്നെ വേണമെന്നില്ല. പേപ്പർ കൊണ്ടാകാം, എന്ത് വസ്തു കൊണ്ടും ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ലാത്ത ഇപ്പോ എല്ലുകൾ കൊണ്ട് ശുദ്ധിയാക്കുന്ന നബി വിലക്കി. അപ്പൊ എല്ല് എന്നുള്ളത് ജിന്നിന്റെ ഭക്ഷണമാണ്. ജിന്നുകൾ എല്ല് നിന്നല്ല, നമ്മള് എല്ലിൽ എന്തുണ്ടാവും, ജിന്നുകൾക്ക് കിട്ടുമ്പോൾ എന്തുണ്ട്, മാംസം ഉണ്ട്. അത് വേറെ വിഷയം. അപ്പൊ എല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അങ്ങനെ നബി വിലക്കാത്ത വസ്തുക്കൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നജസ് ശുദ്ധിയാക്കാം. എന്നാൽ ഹദസ് ശുദ്ധിയാക്കണമെങ്കിൽ എന്തെന്നെ വേണം, വെള്ളം തന്നെ വേണം. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം, ഹദസ് ശുദ്ധിയാക്കണമെങ്കിൽ നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ എന്ത് ചെയ്യൂല, ഹദസ് ശുദ്ധിയാവൂല. ഇപ്പോൾ നമ്മൾ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, നമ്മൾ ജനാപത്തുകാരനായി, നമുക്ക് ഓർമ്മയില്ല, ളുഹർ ബാങ്ക് കൊടുത്തു, നമ്മൾ വെറുതെ പോയി കുളിച്ചു, പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ഓർമ്മ വന്നത് എന്ത്, കുളിക്കുമ്പോൾ നമുക്ക് എന്തില്ലായിരുന്നു, നിയ്യത്തില്ലായിരുന്നു. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഇരുന്നില്ല. ആ നിസ്കാരം ശരിയായിക്കണോ? ശരിയായിട്ടില്ല. കാരണം ഹദസിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ എന്ത് വേണം, നിയ്യത്ത് വേണം. അപ്പൊ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞു, വെറുതെ വന്നു, രണ്ട് കൈയും കഴുകി മുഖമൊക്കെ കഴുകി വുളു എടുക്കുന്ന പോലെ വുളുവിന്റെ എല്ലാ അവയവങ്ങളും നനച്ചു, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. വുളു എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിലില്ല, വെറുതെ കൈയും കാലും കഴുകിയാണ്. അപ്പൊ വുളുവിന്റെ എല്ലാ അവയവങ്ങളും നമ്മൾ ആ തർത്തീബിൽ തന്നെ, ആ ഓർഡറിൽ തന്നെ കഴുകി, പക്ഷെ എന്തായിട്ടില്ല, വുളു ആയിട്ടില്ല, കാരണം നിയ്യത്തില്ല. അപ്പൊ ഹദസിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ എന്ത് നിർബന്ധമാണ്, നിയ്യത്ത് നിർബന്ധമാണ്. എന്നാൽ നജസിൽ നിന്ന് ശുദ്ധിയാകണ എന്തിന്റെ ആവശ്യമില്ല, നിയ്യത്തിന്റെ ആവശ്യമില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോ കുട്ടി മൂത്രമൊഴിച്ചു തന്നെ ആയിക്കോട്ടെ, നമ്മളെ കുട്ടി എന്ത് ചെയ്തു, നമ്മളെ മടിയിൽ മൂത്രമൊഴിച്ചു. നമ്മൾ ആ വസ്ത്രം ധരിച്ചിട്ട് അങ്ങാടി പോയപ്പോൾ നല്ല മഴ പെയ്തിട്ട് നമ്മളെ വസ്ത്രം മുഴുവൻ നനഞ്ഞ്
ആ മൂത്രം എന്തായി? ശുദ്ധിയായി. നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാവും, പടച്ചോനെ ഈ മഴ കൊണ്ടിട്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ വസ്ത്രത്തിലെ മൂത്രം കൊണ്ട് ശുദ്ധി ആയിക്കോട്ടെ എന്നുള്ള നീയത്തൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിന് എന്ത് നീങ്ങിപ്പോയി? ആ മൂത്രം നീങ്ങിപ്പോയി, ആ നജസ് നീങ്ങിപ്പോയി. അപ്പൊ എന്തായി? ശുദ്ധിയായി. പിന്നെ വേറെ നീയത്ത് വെച്ചിട്ട് എൻ്റെ കുപ്പായത്തിൽ മൂത്രമായിട്ടുണ്ട് പറഞ്ഞിട്ട് പിന്നെ വേറെ വീട്ടിൽ പോയിട്ട് വേറെ തിരുമ്പേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, തിരുമ്പേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദസാണെങ്കിൽ, അശുദ്ധിയാണെങ്കിൽ എന്ത് നിർബന്ധമാണ്? നിയ്യത്ത് നിർബന്ധമാണ്. എന്നാൽ നജസാണെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? നിയ്യത്തിന്റെ ആവശ്യമില്ല.